അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരിൻ നഫ്ഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ഏറ്റവും പ്രിയപ്പെട്ട ഉസ്താദുമാർ, മറ്റെൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, പരിശുദ്ധ ഖുർആനിലെ 113-ാം അധ്യായവും മക്കയിൽ അവതരിച്ച 5 ആയത്തുകളുള്ള സൂറത്തുൽ ഫലക്കിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നാഥൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. സൂറത്തുൽ ഫലക്കിനെ കുറിച്ച് പറയുമ്പോൾ സൂറത്തുൽ ഫലക്കിനെയും ശേഷമുള്ള സൂറത്തുൻ നാസിനെയും ചേർത്തുകൊണ്ട് ഒരു പേര് വിളിക്കാറുണ്ട്, മുഅവ്വിദത്തൈൻ. എന്താണ് അതിന്റെ അർത്ഥം? 2 കാവൽ ഭടന്മാർ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് സംഭവിക്കാവുന്ന ബാധിക്കാവുന്ന സകലമാന പ്രശ്നങ്ങൾക്കും പ്രതിരോധമാണ്, പ്രതിരോധത്തിനുള്ള മരുന്നാണ് ഈ 2 അധ്യായങ്ങളിൽ പറയുന്നത്. ഈ 2 സൂറത്തുകളും ഇറങ്ങാനുണ്ടായ പശ്ചാത്തലം ഒന്നാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലബീദ് ഇബ്നുൽ അഅ്സം എന്ന യഹൂദി സിഹർ ചെയ്ത സംഭവം. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് ആയത്തിൽ ചർച്ച ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഈ സൂറത്തിലൂടെ അഭയം തേടാൻ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് പരിശോധിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. നബിയെ തങ്ങൾ നിരന്തരം പറയണം, അഥവാ നിരന്തരം ദുആ ചെയ്യണം. അങ്ങനെയാണ് മുഫസ്സിറുകളെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അഊദു ബിറബ്ബിൽ ഫലഖ്, പ്രഭാതത്തിന്റെ രക്ഷിതാവിനെ കൊണ്ട് ഞാൻ അഭയം തേടുന്നു. എന്തൊരു സൗന്ദര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രയോഗം. ഇമാം റാസി ഇവിടെ ഇഷ്കാലാക്കുന്നത് കാണാം. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇസ്മുൽ അഅ്ലമായ അല്ലാഹ് എന്ന പേര് ഉപയോഗിക്കാതെ ബിറബ്ബിൽ ഫലക് എന്ന് പറഞ്ഞത്? പല വജ്ഹുകളും മഹാനവറുകൾ പറഞ്ഞ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഭംഗിയായി തോന്നിയത് റബ്ബ് എന്നത് തെർബിയത്തിനെ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ എല്ലാ ജീവജാലങ്ങളെയും എല്ലാ വസ്തുക്കളെയും പോറ്റി പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവയുടെ ഷർറിനെ തൊട്ട് അഭയം തേടുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്നൊരു അർത്ഥമാണ് മഹാനായ ഇമാം റാസി അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മിൻ ശർരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ച എല്ലാ സൃഷ്ടജാലങ്ങളിൽ നിന്നും ഞാൻ അവനോട് അഭയം തേടുന്നു. ഇതിലൂടെ, ഈ സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത് അവൻ സൃഷ്ടിച്ച സകല വസ്തുക്കളുടെയും ഉപദ്രവങ്ങളെ തൊട്ട് അഭയം തേടാനാണ്. അപ്പോൾ വിഷാംശം നിറഞ്ഞ ഒരു ഭക്ഷണത്തിലുള്ള വിഷാംശത്തെ അകറ്റി നിർത്താനും ഈ സൂറത്ത് മരുന്നാണ്. അങ്ങനെ വരുമ്പോൾ നാം നിരന്തരം ഹദ്ദാദിലൂടെ ചൊല്ലുന്ന ദിക്റായ അഊദു ബികലിമാത്തില്ലാഹി തആമാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന ദിക്റിന്റെ മഹത്വം എത്രയായിരിക്കും? ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ ഓടി വന്നിട്ട് പറയുന്നു, നബിയെ, എന്നെ ഒരു തേളുകുത്തി. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അമ്മാ ലൗ ഖുൽത ഹീന അംസൈത, അമ്മാ അറിയണേ, ലൗ ഖുൽത ഹീന അംസൈത, സുഹൃത്തെ, നീ ഇന്നലെ പറഞ്ഞിരുന്നുവെങ്കിൽ, എന്ത് പറഞ്ഞിരുന്നുവെങ്കിൽ? അഊദു ബികലിമാത്തില്ലാഹി തആമാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ലം യുഗറക്, നിന്നെ ആ വസ്തു, ആ തേൾ കുത്തുകയില്ലായിരുന്നു, കുത്തിയാൽ തന്നെ വിഷം ഏൽക്കില്ലായിരുന്നു എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സൂറത്തിന്റെ ആ ദിക്റിന്റെ മഹത്വത്തെ കുറിച്ച് അവിടെ പഠിപ്പിക്കുകയാണ്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്ന 4 ഉപദ്രവങ്ങൾ,
അത് ഈ മാഖലക്കയിൽ പെടാത്തത് കൊണ്ടല്ല, മറിച്ച് അവയുടെ അപകടം, അവയിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവം മാരകമാണ്. അതിൽ 3 മാത്രമേ ഈ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളൂ. മറ്റൊന്നിനു വേണ്ടി വേറൊരു അധ്യായം തന്നെ മാറ്റിവെച്ചിരിക്കുന്നു. അതാണ് സൂറത്തുൻ നാസ്. അത് ശൈത്വാനിൽ നിന്ന് ഷർറായതുകൊണ്ടാണ് അതിനെ വീണ്ടും ഒരു അധ്യായം മാറ്റിയിരുത്തിയിട്ടുള്ളത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, ഇരുട്ട് മൂടുമ്പോൾ ഉണ്ടാകുന്ന രാത്രിയുടെ ഷർറിനെ തൊട്ടും ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പകലിനെ പറയാതെ ലൈലിനെ പറഞ്ഞത്? അതിന്റെ താല്പര്യം എന്താണ്? പകലാകുമ്പോൾ നമുക്ക് ചെറുത്തുനിൽപ്പ് സാധ്യമാണ്. ഏതൊരു വസ്തുവും നമ്മിലേക്ക് അടുക്കുമ്പോൾ, നമ്മൾ ആക്രമിക്കാൻ വരുമ്പോൾ നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ രാത്രിയിൽ അത് സാധ്യമല്ല. ഏത് ചെറിയ വസ്തുവിന് പോലും നമ്മെ ആക്രമിക്കാൻ കഴിയുന്നതാണ്. ഖുർആനിൽ തന്നെ മറ്റൊരിടത്തായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം, ഖുൽ മൻ യഖ്ലഉകും ബില്ലൈലി വന്നഹാരി മിനർ റഹ്മാൻ. ഇവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലിനെയാണ് മുന്തിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ലൈലിനുള്ള സംരക്ഷണത്തിന് ഊന്നൽ നൽകിയത്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല മാരകമായ ആ ഉപദ്രവങ്ങളിൽ നിന്ന് രണ്ടാമതായി എണ്ണിയത് വമിൻ ശർരിൻ നഫ്ഫാസാതി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്നവരുടെ ഉപദ്രവത്തെ തൊട്ടും ഞാൻ കാവൽ ചോദിക്കുന്നു. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്, പിശാചുക്കളെ വിളിച്ച് പൈശാചിക മന്ത്രങ്ങൾ ശപിച്ച് ഇരുട്ടിന്റെ മറവിൽ വേലയൊപ്പിക്കുന്ന മാരണക്കാരുടെ ഷർറിനെ തൊട്ട് കാവൽ ചോദിക്കാനാണ്. ഈ സൂറത്തിനെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹർ ചെയ്ത ലബീദ് ഇബ്നുൽ അസ്സം എന്ന യഹൂദിയെ കുറിച്ച് പറയുന്ന സന്ദർഭം ഓർമ്മപ്പെടുത്തുന്നത്. ആയിഷ ബിവിയെ തൊട്ട് ഉദ്ധരിക്കുന്നതായി കാണാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബിവിയോട് പറഞ്ഞു, ആയിഷ ബിവി പറയുകയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്ന ആ മരണം അത് വീട്ടുകാരായ ഞങ്ങൾക്ക് മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ, പുറത്ത് ആർക്കും അത് അറിയില്ലായിരുന്നു. പുറത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉന്മേഷവാനായിരുന്നു. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആയിഷ നീ അറിഞ്ഞോ, ഇന്നലെ രാത്രി എന്റെ സ്വപ്നത്തിൽ 2 മലക്കുകൾ വന്നിട്ട് എനിക്ക് സിഹർ ചെയ്ത ആ മനുഷ്യനെയും എവിടെയാണ് സിഹർ ചെയ്തതെന്നും വിശദീകരിച്ചു തരുകയും ചെയ്തു. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ ആ സ്ഥലത്തേക്ക് പറഞ്ഞയക്കുകയും അവർ ആ കെട്ടുകളെ 11 കെട്ടുകളായിരുന്ന ആ സിഹർ ചെയ്ത ഉരുപ്പടികളെ കൊണ്ടുവരികയാണ്. 11 കെട്ടുകളും 11 ആയത്തുകളും 2 സൂറത്തും കൂടി 11 ആയത്തുകളാണുള്ളത്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നു, സൂറത്തിന് ഓതിക്കൊടുക്കുന്നു. അങ്ങനെ ഓരോ ആയത്തുകളും ഓതുമ്പോഴും ആ കെട്ടുകളായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉന്മേഷവാനാകുന്നു. ഇത് അല്ലാമ ഖുർത്തുബി അവിടത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തിയതായി കാണാം. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയ വെക്കുന്ന സമയത്തുണ്ടാകുന്ന ഷർറിനെ തൊട്ടും ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. ഇവിടെ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയതായി കാണാം, അസൂയാലുവിന് അസൂയ തോന്നിയാൽ തന്നെ മതി അത് സംഭവിക്കാൻ ഇടയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിലൊന്നും നമ്മെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. ഈ സൂറത്തിനെ നമുക്ക് കൂടുതലായി പഠിക്കാനും നമ്മൾ നിരന്തരമായി ഓതിക്കൊണ്ടിരിക്കേണ്ടതുമായ സൂറത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.